ഹലോ നമസ്തേ, കഫ്ലൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോ ഇന്നെന്തിനാണ് സ്പെഷ്യലി ബബ്ബയുടെ റിവ്യൂ ആയിട്ടാണ് നമ്മളിപ്പോ കണ്ടിട്ട് വന്നേ ഉള്ളു. കീറി തൊണ്ടയെന്ന് മൊത്തത്തിൽ വയ്യ. അപ്പൊ പെട്ടെന്ന് നമുക്ക് റിവ്യൂലോട്ട് വരാം. ഞാൻ ആദ്യമേ ഒരു ഹിന്റ് ആയിട്ട് ഞാൻ പറയാം, ഇതൊരു ഫാമിലി പടമല്ല. നേരത്തെ ലാലേട്ടൻ നമ്മൾ മറ്റേ പാട്ടിലൊക്കെ പറഞ്ഞു അഴിഞ്ഞാട്ടം, അതിനു വേണ്ടി, അതായത് നമ്മളെ മോഹൻലാൽ ഫാൻസിനും ദിലീപ് ഫാൻസിനും വേണ്ടി, ദിലീപിന്റെ ഒരു കംബാക്കിന് വേണ്ടി ഉള്ള എടുത്ത ഒരു പടമാണ്. കൂടുതൽ യുവാക്കളായിരിക്കും ഈ പടത്തിനെ സ്വീകരിക്കാൻ പോണത്. അതാണ് നമ്മുടെ റിവ്യൂ. ഇത് ഒരു ഫാമിലി പക്ക പറയുന്നു, ഒരു ഫാമിലി, ഒരു ഏജ് കാറ്റഗറി, അതായത് ഏതാണ്ട് ഒരു 35+ മുകളിലോട്ടുള്ള ആൾക്കാർ ഏറ്റെടുക്കാൻ പോണ പടമല്ല എന്ന് ഞാൻ ഇപ്പോഴേ പറയുന്നു. ഇത് യുവാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് എൽ ഫാൻസ്, ഡി ഫാൻസ്, LD കമ്പനിക്ക് വേണ്ടിയുള്ള പടമാണ്. അത്രേ പറയാനുള്ളൂ. അതാണ് ക്രിസ്മസിനെ ആഘോഷിക്കാൻ പറ്റിയ ഒരു പടം. പിന്നെ പടത്തിന്റെ കാര്യത്തിലോട്ട് നമുക്ക് വരാം. എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം നമുക്ക് പറയാനുള്ളത് ഓരോ ക്യാരക്ടേഴ്സ്. ദിലീപ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിലെ ലുക്ക്, ആ പഴയ ദിലീപ് ഉണ്ടല്ലോ, തിരിച്ചു വന്ന, അതായത് പുള്ളിക്ക് തന്നെ ഒരു സ്ക്രീൻ പ്രസൻസ് നല്ല രീതിയിലുണ്ട് പടത്തിൽ. അതുപോലെ തന്നെ പുള്ളിയുടെ മറ്റേ ഐക്കോണിക് സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ പുള്ളിക്ക് എപ്പോഴും കിട്ടുന്ന ട്രോൾ ഉണ്ടല്ലോ, ഈ പഴത്തിൽ ചവിട്ടി വീഴുക, പുള്ളി അതിനെ പൊളിച്ചടുക്കിയിട്ടുണ്ടോ എടുത്ത്. പിന്നെ പുള്ളി ബന്ധപ്പെട്ട കേസിന്റെ അത് ഞാൻ പറയണില്ല. പുള്ളിക്ക് നല്ല സ്ക്രീൻ പ്രസൻസ് കിട്ടില്ല പടം. എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ, അത് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളു. പിന്നെ ഇതിനകത്ത് അടുത്ത പറയാനുള്ളത് വിനീത് ശ്രീനിവാസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഒരുപാട് ട്രോള്, ചെന്നൈ പോയിട്ട് എല്ലാവർക്കും സെൽഫ് ട്രോളിന്റെ അങ്ങേയറ്റത്തെ നമ്മളെ റിയൽ ലൈഫിൽ ഇവർ എങ്ങനെയാണോ അതുപോലെയാണ് പടം എടുത്തു വെച്ചേക്കുന്നത്. ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ സലീം കുമാറിന്റെ സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. എല്ലാവർക്കും നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. സെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പറയാലോ, പിന്നെ നമ്മളെ ലാലേട്ടൻ അതറിയാലോ, ഒരു ക്യാമിയോയില് വന്ന് അങ്ങ് തൂക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ദിലീപിന് വേണ്ടി മാറ്റി വെച്ചെങ്കിൽ സെക്കൻഡ് ഹാഫ് അണ്ണന് വേണ്ടി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടെ അഴിഞ്ഞാട്ടി അങ്ങ് എടുത്തതാണ് സെക്കൻഡ് ഹാഫ്. അങ്ങനത്തെ ഒരു പടമാണ്. അപ്പൊ പിന്നെ നമുക്ക് എന്താ ക്ലൈമാക്സിൽ ഈ അണ്ണനും ചേട്ടനും അനിയനും കൂടെ വന്നൊരു തൂക്കുണ്ട്. പിന്നെ ഇതിനകത്ത് പറയാനുള്ള, എനിക്ക് ഫസ്റ്റ് ഹാഫിൽ കണ്ടപ്പോ ഒരു എഡിറ്റിംഗിന്റെ ചെറിയൊരു പോരായ്മ. നമ്മൾ പറഞ്ഞേ ഒരു ചെറുതായിട്ടേ ഒരു പോലീസ് വണ്ടി ഇങ്ങനെ ചേസ് ചെയ്ത് പോകുമ്പോ ഇങ്ങനെ പൊട്ടിത്തെറിക്കണം, ആ സീനുണ്ട്, ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകണം. അവിടെ അവരെ എഡിറ്റിംഗ് വൈസ് എന്തോ ഒരു VFX കൊടുത്താൽ തീ വരണ ഒരു വൃത്തികേടായിട്ടുണ്ട്. അതിന്റെ ചെറിയ പോരായ്മകളുണ്ട്. ബാക്കിയൊക്കെ എഡിറ്റിംഗ് വൈസ് ഒരുപാട് കുറ്റം പറഞ്ഞ്. പിന്നെ പാട്ടിറങ്ങിയപ്പോ ഷാറുഖ്മാൻ ഒരുപാട് മനുഷ്യൻ ഇറങ്ങിയത്. അങ്ങനെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? മറ്റേ ഹൈപ്പ് കയറി നമ്മൾ അതുകൊണ്ടാണ് എല്ലാത്തിനും ട്രോൾ ചെയ്ത് ആ സോങ് ഇറങ്ങിയത്. പക്ഷെ ഇതില് ആ പാട്ടിന് അതിന് പറ്റിയ മൂഡിലാണ് അവർ ചെയ്ത് വെച്ചേക്കണേ. നമുക്ക് ഈ മറ്റേ വന്നല്ലോ ഫീലിങ്സ് അതൊക്കെ ഏറ്റെടുത്ത് നമുക്ക് ഇത് എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല. അത് വിഷയം പാട്ട് അണ്ണം കൊറേ നാക്ക് ശേഷം ഈ ലാലിട്ടനൊക്കെ ഈ മുണ്ടെടുക്കുമ്പോഴേ നമുക്ക് ഈ ചെണ്ടയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ, അത് എവിടെയോ നമ്മൾ കുറെ കരത്തിൽ ഷാറുഖ്മാനായിട്ട് BGM ഒരു സ്ഥലത്ത്, ചെണ്ടോട്ട് വേറെ സ്ഥലത്ത്, അതൊന്നും അല്ല. ഇതാണ് പണ്ണലി, അണ്ണം പണ്ണി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ രണ്ടുപേർക്കും ഇംഗ്ലീഷ് പാട്ടുണ്ട് ഗോവിസുന്ദർ പുള്ളി ചെയ്ത്. പിന്നെടാ എനിക്കൊരു സാധനം ഉണ്ടോ, പുള്ളി ഒരു കംബാക്ക് എന്ന് പറഞ്ഞിട്ട് ദിലീപ് ഇങ്ങനെ സിഗരറ്റ് വലിച്ചോണ്ട് ഒരു സീൻ ആ ട്രെയിലറിലുണ്ട്. വിഷയം എന്ന് പറഞ്ഞാൽ വിഷയം എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെന്തിനു പറയാനുണ്ട്? പിന്നെ ഇതില് എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അത് പക്ക വയസ്സ് ഞാൻ പറഞ്ഞല്ലോ. ചെറിയ പോരായ്മ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ അവിടെ തോന്നി. ബാക്കി എല്ലാം തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമാണ്. പ്രത്യേകിച്ച് ഫാൻസിലൂടെ കാണാം. പിന്നെ ഇതിനകത്തുള്ള വണ്ടികൾ ഇതിനകത്ത് പറയാനുള്ള പിന്നെ നമ്മളെ ഗില്ലി യൂണിവേഴ്സ് ആണ് വിജയ് അണ്ണന്റെ ഇത്. തുടങ്ങുമ്പോഴേ എഴുതി കാണിച്ചു താങ്ക്സ് തലപതി വിജയ്, അതെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ ഗില്ലി നന്ദി വെച്ചിട്ടുണ്ട് ആന്റണി കാണും. പിന്നെ നമ്മളെ തലപതിയുടെ റെഫറൻസ് ഇത് ചെയിനൊക്കെ ഇട്ട് അത് എല്ലാരും കാണിക്കുന്നുണ്ട്. മെയിൻ സാധനമാണ്. പിന്നെ മറ്റേ ആ പാട്ടുണ്ട് യാരിവനോ, അതൊക്കെ വിഷയ സാധനത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എല്ലാം പക്കാ സാധനം. പക്ഷെ ഇപ്പോഴും ഞാൻ എടുത്തു പറയുന്നു, ഫാമിലി ആയിട്ട് നിങ്ങൾ പോയാൽ ഇഷ്ടപ്പെടൂല പടം. 100% ഇഷ്ടപ്പെടൂല നിങ്ങൾക്ക്. നിങ്ങൾ ആ വൈബുള്ള പയ്യന്മാരെ കൊണ്ട് തന്നെ നിങ്ങൾ ഇല്ലടാ. പുള്ളി മറ്റേ ദിലീപ് കൊറേ ഇത് ചെയ്തേ അവർക്ക് വേണ്ടത് അതല്ല. മറ്റേ ഞാൻ എടുത്തു പറയുന്നു, ഷെസാമൊക്കെ പണ്ട് ദിലീപിനെ കളിയാക്കിയിട്ടുണ്ട്. പുള്ളിക്ക് ഇപ്പോഴത്തെ യുവാക്കളെ പൾസ് അറിഞ്ഞുകൂടാ. ആ പൾസ് ഇതിനകത്ത് കാണിച്ചു കൊടുക്കണുണ്ട്. എന്നിട്ട് അതിനകത്ത് ഒരു ഡയലോഗും പറഞ്ഞു, പഴയതും പുതിയതായിട്ട് കുറെ പയ്യന്മാര് വന്നു പോയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ആ ഒരു ലെവലുള്ള ഒരു കത്തിക്കലുണ്ട്. പിന്നെ ചെറിയ ക്യാമിയോ ഉണ്ട്. ചെറിയൊരു സോങ് അത് കുറച്ച് ശബ്ദം കുറഞ്ഞു പോയി. അത് വ്യക്തമായിട്ട് ഇനിയിപ്പോ നമ്മൾ പോയ തിയേറ്ററിന്റെ പ്രശ്നമാണ്, ഇതായിരിക്കും. അതൊക്കെ അടിപൊളിയായിട്ട്. പിന്നെ
അത് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് 1-2 ചെറിയ ക്യാമിയോ ഉണ്ട്. ഞാൻ പേരൊന്നും പറയണില്ല, 1-2 ചെറിയ ക്യാമിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതൊക്കെയാണ് റിവ്യൂ. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഓർപ്പിക്കുന്നു, ഇത് പക്ക ഫാമിലി പടമല്ല, ഫാമിലികൾ ഇഷ്ടപ്പെടില്ല, 35+ ഒരിക്കലും ഇഷ്ടപ്പെടാൻ സാധ്യത ഇല്ലാത്തൊരു പടമാണ് ഇത്. പക്ക യുവാക്കൾക്ക് ഒരു ഫുൾ എന്റർടൈൻമെന്റ് പടമാണ്, അത്ര എനിക്ക് പറയാം. പിന്നെ ഗോകുലം ഗോപാൽ അത് മറക്കരുത്. ഞാൻ പറഞ്ഞ ചെറിയത് നീ പറയില്ലേ, അത് പറയാലോ. അത് പറയാം. അപ്പം എല്ലാവരും അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് പടം. പിന്നെ വേറെ വല്ല പറയാനുണ്ടോ? ലാലേട്ടൻ പൊളിച്ചടക്കി, ദിലീപ് പൊളിച്ചടക്കി, എല്ലാരും പൊളിച്ചടക്കി. വിനീത് ശ്രീനിവാസൻ അനിയന്മാർ രണ്ടും കൂടെ അടിയായിരുന്നു എന്റെ ഇടയ്ക്കോ. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ അത്ര. അപ്പൊ കൂടുതലുള്ള സിനിമ, ഇപ്പൊ ഇത്തരത്തിലുള്ള സിനിമാറ്റിക് റിവ്യൂ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി കഫ്ലിക്സ് ഉടനെ വരാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.